ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബീട്രൂട്ടിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമ്മൾ ബീട്രൂട്ടിന്റെ ഒരു പൂരിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ബീട്രൂട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അതിന്റെ വെള്ളം മാറ്റി വെച്ചതാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇതിലോട്ട് നമുക്ക് കോഴിമുട്ട വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതേപോലെ ഓയിൽ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഓയിലും കോഴിമുട്ട ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ട് ഈ വെള്ളത്തിൽ നമ്മൾ കുഴച്ചെടുക്കുകയാണ്. വേറെ വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീട്രൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് ക്യാരറ്റും ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ ബീട്രൂട്ട് കഴിക്കാത്ത മക്കളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അരിപ്പൊടി വെച്ചിട്ടൊക്കെ നമുക്കിത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതേപോലെ ഗോതമ്പ് പൊടി ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താവും, ഇതിനൊന്നും കൂടി സോഫ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കോൺഫ്ലവർ 1 ടേബിൾ സ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പൂരിക്ക് കുറച്ച് ക്രിസ്പി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളതിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നമ്മൾ ബീട്രൂട്ടിൻ്റെ വെള്ളം വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പം നമ്മളൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും വേണ്ട. ഇനി നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ ചുട്ടെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചുട്ടെടുക്കുക. നമ്മൾ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. എന്നെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. ഞാൻ കാണുന്ന സമയത്ത് അതിന് മറുപടി തരുന്നതായിരിക്കും. ഇനി ഇതൊന്ന് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. നമ്മൾ പാത്രത്തിലിടുന്നേക്കാളും നല്ല സോഫ്റ്റ് ഉണ്ടാവും ഇത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുഴച്ചെടുക്കുമ്പോൾ. അപ്പോൾ അതൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഇനി ഓരോന്നായിട്ട് നമ്മൾ ബോളാക്കിയതിന് ശേഷം നമുക്കതൊന്ന് പ്രസ്സിൽ വെച്ചിട്ടൊന്ന് പരത്തിയിട്ടിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മളത് ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ പരത്തിയെടുക്കുക. എന്നിട്ട് ഓരോന്നായിട്ട് നമ്മൾ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ എണ്ണയിൽ നമ്മൾ ഇത് ചുട്ടെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല പൊങ്ങിയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ബീട്രൂട്ട് കഴിക്കാത്ത മക്കൾ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ബീട്രൂട്ട് അവരുടെ വയറ്റിലെത്താനും, അതേപോലെ തന്നെ ഫുഡ് കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ഇങ്ങനത്തെ കളർഫുള്ളായിട്ടുള്ള കടികളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കഴിക്കാനും എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ നന്നായി ശ്രദ്ധിച്ച് കാണുക. വീഡിയോ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ടൈലറിങ്ങിൻ്റെ വേറെ ചാനലും കൂടെ ഉണ്ട്, അതും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.